കണ്വ മഹർഷിയുടെ ആശ്രമത്തിലുള്ള മകളാണ് ശകുന്തള. ആശ്രമത്തിലോ? ഏത് ശ്രമത്തിലുള്ള മകൾ? ശ്രമത്തിലുള്ള മകളല്ല, ആശ്രമത്തിലുള്ള മകൾ. ശകുന്തള മുറ്റത്ത് ഉലാത്തുകയാണ്. അതെ അച്യുതാസ, ഈ ശകുന്തള എന്താ ഉലത്തിയത്? ഉലത്തീന്നല്ലടോ, ഉലാത്തീന്ന് എന്ന് പറഞ്ഞാൽ നടന്ന്. അറിയാൻ മേലെങ്കിൽ മുണ്ടാണ്ടിരിക്കണം കേട്ടാ. ശകുന്തള കണ്വ മഹർഷിയോട് അനുവാദം ചോദിച്ച് കാട്ടിൽ നീരാട്ടിന് പോകുന്നു. ശകുന്തളയെ വണ്ട് ആക്രമിക്കാൻ വരുന്നു. ഇത് ദുഷ്യന്തൻ കാണുന്നു. വണ്ടിനെ ഓടിക്കുന്നു. അവർ പരസ്പരം ഹൃദയം കൈമാറുന്നു. ശകുന്തള ഗർഭിണിയാകുന്നു. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഹൃദയം കൈമാറുമ്പോൾ എങ്ങനെയാണ് ഗർഭിണിയാകുന്നത്? അതെ, അതൊക്കെ ഹൃദയം ഉള്ളവർക്ക് മനസ്സിലാവും. എന്റെ കർത്താവ്, അങ്ങനെ ഒരു വണ്ട് കാരണം ശകുന്തള ഗർഭിണിയായി. വണ്ടല്ല കാരണം, ദുഷ്യന്തൻ എന്ന മനുഷ്യനാണ് കാരണം. ഗർഭിണിയായ ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ ഒരു മോതിരം സമ്മാനമായി കൊടുക്കുന്നു. അതെന്തിനാ? ഓളുടെ പ്രസവ ചെലവിനാ? അതിനല്ല, ദുഷ്യന്തന്റെ ഓർമ്മയ്ക്കായി കൊടുത്തതാണ് ആ മോതിരം. നമുക്കാരംഭിക്കാം. ആക്ഷൻ. ഹലോ, റൈറ്റ്. അതെ, നമ്മൾ തന്നെ കണ്ണൂർ മഹർഷി. എന്ത്, നാളെ ഹർത്താലാണെന്നാ? നന്നായി. നാളെ കാട്ടി കാണുന്ന എല്ലാ പുലികളെയും മാനിനെയൊക്കെ തല്ലിക്കൊന്നേര് കേട്ടാ. ഓക്കെ, റൈറ്റ്. ഇതെവിടെ പോന്ന്? അച്ഛാ, ഞാൻ കാട്ടില് KTDC സ്വിമ്മിംഗ് പൂളിൽ നീരാട്ടിന് പോവാ. തനിച്ചാ പോന്ന്? അല്ല, തൊഴി ബാനുണ്ട് അച്ഛാ. മോളെ, കാട്ടിൽ പല ഭീകര നേതാക്കന്മാരുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അന്റെ സ്ഥാനവും മാനവും പോകും കേട്ടാ. മാനം പോയാലും സ്ഥാനം പോകാതിരുന്നാ മതി അച്ഛാ. എന്നാ ഒന്നും പോകാണ്ടിങ്ങ് തിരിച്ചു വാ. ശരി ഡാറ്റ്. ലാൽ സലാം. രംഗം 2. KTDCയുടെ സ്വിമ്മിംഗ് പൂൾ. ഹായ് തോഴി, ദേ ബാലറ്റ് പെട്ടി. സാമ്പ്രാട്ടി, ദേ ചുവന്ന കൊടി ഞങ്ങൾ കണ്ട്. ഒയ്യോ, ദേ കട ഷർട്ടും ചുവന്ന ബക്കറ്റും. അയ്യോ തമ്പ്രാട്ടി, ചുവന്ന വണ്ട് ഞങ്ങളെ കുത്താൻ വരുന്നേ. അയ്യോ അതേ, വണ്ട് കുത്താൻ വരുന്നേ രക്ഷിക്കണേ അച്ഛാ. അയ്യോ ദൈവമേ, നിങ്ങൾ ആരാ തമ്പ്ര? ഞാൻ മുരുണ്ട്. നിന്നെ കുത്തിക്കൊല്ലാൻ ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് KPCC വന്നാണ്. വാടി ഇവിടെ. അയ്യോ അയ്യോ, എന്നെ കുത്തരുത്, ഞാൻ വരില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കേരള മോചന യാത്രയ്ക്ക് കൊണ്ടുപോകും തെണ്ടാൻ. അയ്യോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇല്ല, ഹൈക്കമാൻഡ് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ. അയ്യോ അയ്യോ, രക്ഷിക്കണേ അച്ഛാ. നിർത്ത്. എന്റെ കർത്താവ്, ഒന്നും ഈ കാട്ടിലും എനിക്കൊരു സൗകര്യമില്ല. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. എന്റെ ഉള്ളിൽ ഒരു ഭീകര ജീവി കിടന്നുറങ്ങുന്നുണ്ട്. വെറുതെ അതിനെ പുറത്തെടുക്കരുത്. പിന്നെ ഒരു എലിയ ആർക്കവിടെ പേടി? ഹൈക്കമാൻഡ് പറഞ്ഞതുപോലെ ഇവിടെ കുത്തി ബോധം കെടുത്തിട്ടേ ഞാൻ പോകും. അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടുപോകും. ഈ കുട്ടിയെ ഞാൻ വിട്ടു തരില്ല. എന്നാ ബാനുവിനെ ആയാലും മതി. ആ ശല്യത്തിന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. തലയ്ക്കിത്തിരി സൗകര്യം കിട്ടുമല്ലോ. എങ്കിലും വരൂ, നമുക്ക് പോകാം. ഹൈക്കമാൻഡിന് ഇതെങ്കിലും ഇരിക്കട്ടെ. അയ്യോ, അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മാനം പോയേനെ. പീഡനം എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അയ്യോ, എതിർക്കാൻ തെറ്റിദ്ധരിക്കരുത്. ഇത്രയ്ക്ക് യുവകോമാളിയായ അങ്ങ് ആരാണ്? ഞാൻ ദുഷ്യന്തോണി. തിരുവനന്തപുരം കോവിലകത്തെ രാജാവ്. ഇത്ര സുന്ദരി മൃഗീയമായ രൂപമുള്ള കുട്ടി ആരാ? ഞാൻ ശകുന്തള, കണ്ണൂർ മഹർഷിയുടെ മകൾ. അങ്ങയെ എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഐ ലവ് യു. ഇതാണ് ഈ പെൺകുട്ടികളുടെ സ്വഭാവം.
പിണങ്ങിയ മുഖം വീർപ്പിക്കും, ഇണങ്ങിയ വയറും വീർപ്പിക്കും. നാഥന്റെ ഒരു വഴുത്ത തമാശ പോട്ടെ. നിക്ക്, പോകുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മയ്ക്കായി ഈ കുരിശ് സമ്മാനമായിട്ടിരിക്കട്ടെ. ഇനി എന്തിനാ പ്രത്യേകിച്ച് കുരിശ്? അങ്ങനെ വലിയൊരു കുരിശല്ലേ. ഞാൻ പോട്ടെ. എന്തല്ല കുട്ടി, കണ്ടിട്ട് ജിമ്മാണെന്ന് തോന്നുന്നു. ആ നടപ്പിന് കൊടുക്കണം 10 രൂപ. അയ്യോ, എന്തു പറ്റി? അത് എന്താണെങ്കിലും പറയൂ, മടിക്കണ്ട, പറഞ്ഞോളൂ. അത് കാലിൽ ഗർഭമുണ്ടോ? അല്ല, ഗർഭ കൊണ്ടോ? കൊണ്ടു നാഥ, കൊണ്ടു. ഇത് ഞാൻ സഹിക്കില്ല. ഇതെല്ലാം വെട്ടി നിർത്താൻ അച്യുതമാമ ഇവിടെ ഉണ്ടായിട്ട് ഈ മുള്ളി ഇവിടെ അവശേഷിച്ചത് ഒട്ടും ശരിയായില്ല. കട്ട് കട്ട്. ഇങ്ങനെയല്ല അഭിനയിക്കുന്നത്. തനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് വളരെ കറക്റ്റാ. താങ്കളെ പോലെ അഭിനയിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഭിനയിക്കുമ്പോൾ കഥാപാത്രമായി മാറണം. സന്ദർഭം എന്താണെന്ന് അറിയണം. സന്ദർഭം നോക്കി തരം പോലെ പറയാനും പറഞ്ഞത് മാറ്റി പറയാനുമുള്ള കഴിവ് എൻ്റെ അത്രയോ ഓനില്ല. ഞാൻ പറഞ്ഞത് അതല്ല. ഇത് പ്രേമ സീനാണ്. അപ്പോൾ മുഖത്ത് വരേണ്ടത് ശൃംഗാരമാണ്. പക്ഷെ ഈ മുഖത്ത് ശൃംഗാരമില്ല. എന്റെ മുഖത്തോ? നിന്റെ മുഖത്ത് പണ്ടേ ആവശ്യത്തിൽ കൂടുതൽ ശൃംഗാരമുണ്ട്. അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയരുത്. അച്യുതാസ, ഒന്ന് നോക്കിക്ക്, എന്റെ മുഖത്ത് ശൃംഗാരമില്ലേ? ഇത് ശൃംഗാരമല്ല, അഹങ്കാരമാണ്. എന്റെ കർത്താവേ, എന്റെ മുഖത്തോ? തന്റെയല്ല, ഇയാളുടെ മുഖത്ത്. അത് താനിങ്ങ് മാരാരിക്കുളത്ത് പോയി പറഞ്ഞാൽ മതി. അതെ, വെറുതെ സമയം കളയണ്ട, നമുക്ക് അടുത്ത സീനിലേക്ക് പോകാം. പെണ്ണേ നിന്നെ ഗർഭിണിയാക്കിയതാര്? പെണ്ണേ നിന്നെ ഗർഭിണിയാക്കിയതാര്? അതെ, പെണ്ണിന്റെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുവാൻ ആലിക്ക. ഇനി കഥയുടെ അവസാന ഭാഗം. കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന കണ്ണൂർ മഹർഷിയും ശകുന്തളയും. മഹാരാജാവ് നീതി പാലിക്കുക. മഹാരാജാവ് രാജിവെച്ച് പുറത്തു പോകുക. മഹാരാജാവ് നീതി പാലിക്കുക. എന്റെ കർത്താവേ, എന്ത് കുരിശാണ് നീ എന്റെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നത്? ഒരു മനസ്സമാധാനം തന്നില്ല. ഇതാരേ വരുന്നത്? ആരാ മനസ്സിലായില്ല? അനാഥ എന്നോ? നാഥാണ്. ആരാ? അങ്ങക്ക് എന്നെ മനസ്സിലായില്ല നാഥ? ഇല്ല. ഞാൻ ശകുന്തള. അതാരാ? നമ്മൾ കാട്ടിൽ വെച്ച് കണ്ടതും പ്രേമത്തിലായതും. എന്റെ കർത്താവേ, ഞാൻ 3 മാസം ഗർഭിണിയാണ് നാഥ. അതെ, അതിനിത് സർക്കാർ ആശുപത്രിയല്ല, ദുഷ്യന്തന്റെ കൊട്ടാരമാണ്. അത് ഞമ്മക്ക് നന്നായിട്ടറിയാം. ഈ ഒരു അച്ഛനാകാൻ പോകുന്നു കേട്ടാ. അല്ലെങ്കിലും എന്റെ സംസാരവും നടപ്പും മുഖഭാവവും രീതിയും ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയും ഞാനൊരു പള്ളിയിലച്ഛനാകേണ്ട ആളാണ്. അയ്യോ, പള്ളിയിലച്ഛനല്ല, അങ്ങൊരു കൊച്ചിന്റെ അച്ഛനാകാൻ പോകുന്നു. കൊച്ചിന്റെ അച്ഛനാ? എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഇതെന്നെ കരിവാരി തേക്കാൻ ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ കള്ളക്കഥയാ. മനഃപൂർവ്വം ഉണ്ടാക്കിയതൊന്നും അല്ല. ഈ തന്നെയായി കൊച്ചിന്റെ അച്ഛൻ. അതെ, ഇതൊക്കെ പറയാൻ താനാരാ? ഞമ്മളാ ഞമ്മള് കണ്ണൂർ മഹർഷി, ഈ കൊച്ചിന്റെ അച്ഛൻ. ഈ കൊച്ചിന്റെ അച്ഛൻ നിങ്ങളാണെങ്കിൽ പിന്നെ വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾക്ക് പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങോട്ട് ആയിക്കൂടെ? തെമ്മാടിത്തരം പറയരുത്. ഈ നിൽക്കുന്ന കൊച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഓളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യമല്ല. എല്ലാം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങളൊക്കെ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെ സ്വീകരിക്കണം. കട്ട് കട്ട്. തൻ്റെ മുഖത്തൊരു ഭാവമില്ല. സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ പോലെ ഞെട്ടണം. ഈ കാരണവരെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. എന്ത് ചെയ്താലും കുറ്റം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ കയറി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്, എന്നെ കൊണ്ട് അത് ഇതൊക്കെ പറഞ്ഞു. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. താൻ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ കസേരയിൽ കയറി ഇരുന്നേനെ. ഈ കസേരയിലിരുന്ന് ഞാൻ തന്നെയാണ് അഭിനയിക്കാൻ ഏറ്റവും മിടുക്കൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. കുറെ കാലമായിട്ടുള്ള എന്റെ മോഹമാണത്. അല്ല, ഞാൻ അഭിനയിക്കാം. അങ്ങനാണ് ഒരു കാര്യം ചെയ്, ഞമ്മൾ അഭിനയിക്കാം കേട്ടാ.
ഹൈക്കമാൻഡ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും, ഞാൻ അഭിനയിക്കാം. വേണ്ട, നീ അഭിനയിക്കണ്ട. ഈ കസേര എനിക്ക് വേണം. ഈ കസേര ഞാൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പറഞ്ഞാ മതി. ഈ കസേരയും കൊണ്ട് ഞമ്മള് പോകും. ഞാനൊന്നും ചെയ്യില്ല. ഏതായാലും ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്ന കസേര എനിക്ക് തന്നെ വേണം. ഈ കസേര ഞമ്മക്ക് തന്നെ എന്നാലും വേണം. ഞാൻ കസേര വിടില്ല. നുറഞ്ഞ് ഞാൻ നടക്ക് പറയുകയാണ്. കേരളത്തിലുള്ള എല്ലാ ആളുകളും എന്റെ കൂടെയാണ്. ദുഷ്ടന്മാർ, എല്ലാവർക്കും കസേര മാത്രം മതി. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടെ